ഹായ് മക്കളെ, വെൽക്കം ടു JEE ഫിസിക്സ് കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം മറ്റൊരു കാര്യം അറിയണം. എന്താണെന്ന് നോക്കാം, ശ്രദ്ധിക്കാം. പൊസിഷൻ ഓഫ് എ ബോഡി can be represented as the function of time. അതായത് ഒരു ബോഡിയുടെ പൊസിഷനെ നമുക്ക് ടൈമിൻ്റെ ഫങ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം. എക്സ് പൊസിഷൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ഫങ്ഷൻ ഓഫ് ടൈം എന്ന് എഴുതാം. ഓക്കെ, ഇതുകൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയാണ്, ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് 3t എന്ന് തന്നിരിക്കുന്നു. കണ്ടോ, പൊസിഷൻ നമുക്ക് ടൈമിൻ്റെ ഫങ്ഷനായിട്ട് തന്നിരിക്കുന്നു. ഓക്കെ, ശരി. ഇനി ഇതുകൊണ്ട് എന്താണ് സാർ അർത്ഥമാക്കുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ടൈമിൻ്റെ ഓരോ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ ബോഡിയുടെ പൊസിഷൻ എവിടെയാണെന്ന് ഈ ഇക്വേഷൻ എനിക്ക് പറഞ്ഞു തരും. എങ്ങനെയാണെന്നല്ലേ, ശ്രദ്ധിക്കാം. ഞാനിവിടെ t ഈക്വൽ ടു 0 എന്ന് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആ സമയത്ത് എക്സിൻ്റെ വാല്യൂ 3 × 0, എക്സ് എത്രയായിരിക്കും? 0 എന്ന് കിട്ടും. ഇനി ഞാനിവിടെ ടൈമിൻ്റെ വാല്യൂ 1 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തെ എക്സിൻ്റെ വാല്യൂ പൊസിഷൻ നമുക്ക് കിട്ടും. എങ്ങനെ? 3 × 1. ആ സമയത്ത് എക്സ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി ഞാൻ ടൈമിൻ്റെ വാല്യൂ 2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടൂടാ? ആ ഒരു സമയത്തെ രണ്ടാമത്തെ സെക്കൻഡിലെ പൊസിഷൻ കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 3 × 2, എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഏതൊരു സമയത്തെയും ബോഡിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോഡി എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യാണ്. കണ്ടോ, എക്സ് ആക്സിൽ കൂടെ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ t ഈക്വൽ ടു 0 ആയിരുന്നപ്പോൾ ബോഡിയുടെ എക്സ് കോർഡിനേറ്റ്, അതാണ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 0 ആയിരുന്നു. ഇനി ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? ബോഡി 3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ഇനി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? ബോഡി 6 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. ക്ലിയർ? അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമയത്തെയും ബോഡിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ഈ ഇക്വേഷൻ പറഞ്ഞു തരിക. കാരണം ബോഡി ട്രാവൽ ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് dx/dt ആണ്. അതായത് നമ്മൾ ഈ കിട്ടിയ ഈ നമ്മുടെ പൊസിഷൻ ഉണ്ടല്ലോ, അതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കിട്ടും. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സെയിം ഇക്വേഷൻ ആണ്, ഇതേ dx/dt ചെയ്താൽ മതി. ഓക്കെ സാർ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആണോ? എനിക്കെന്ത് പറയാം? ഇത് രണ്ടും എന്താടാ? ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് രണ്ടും സെയിം ആണ്, അല്ലെങ്കിൽ ഇവരുടെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണെന്ന് പറയാം. ഈ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ്സ് ആർ സെയിം. എന്ന് പറയാം. ഓക്കെ, രണ്ടും എക്സാക്ട് സെയിം അല്ല. കാരണം എന്താ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇതിൻ്റെ കയ്യിൽ എന്തേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അല്ലേ? അവിടെ അതേസമയം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ കയ്യിൽ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ, രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡുകൾ എന്തായിരിക്കും? രണ്ടുപേരുടെയും സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡുകൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിറ്റുവേഷനിലെ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഈ ഒരു സിറ്റുവേഷനിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറയുമ്പോൾ വെറുതെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്നാണ് പറയുള്ളൂ.
ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം സാർ? എന്ത് ചെയ്യാം? സ്പീഡ് ഓർ വെലോസിറ്റി ഈക്വൽ ടു dx/dt, അതായത് d/dt ഓഫ് 3t എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3 എന്ന് കിട്ടും. 3 m/s. ഇതെന്താണ് സാർ? ശ്രദ്ധിക്കാം, ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ഈ ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 3 മാത്രം കിട്ടിയത്. ഞാൻ മറ്റൊരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഇപ്പോൾ പൊസിഷൻ്റെ ഇക്വേഷൻ വേറെ രീതിയിലാണെന്ന് വിചാരിക്കും. പൊസിഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, പൊസിഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3t² ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ എന്ത് സംഭവിക്കും സാർ? ഇതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? പഴയ പോലെ തന്നെ നിങ്ങളിവിടെ t = 0 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തെ ബോഡിയുടെ പൊസിഷൻ കിട്ടും. 0 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ബോഡിയുടെ പൊസിഷൻ 0. ഇനി t = 1 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ സമയത്തെ പൊസിഷൻ 3 × 1² 3 എന്ന് കിട്ടും, എക്സിൻ്റെ വാല്യൂ. t = 2 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ ആ സമയത്തെ പൊസിഷൻ 3 × 2² അല്ലേ? സോ 12 എന്ന് കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ ഓരോ സമയത്തെയും പൊസിഷൻ നമുക്ക് ഈ ഇക്വേഷൻ പറഞ്ഞുതരും. ഇനി ഈ ഒരു സിറ്റുവേഷനിലെ വെലോസിറ്റി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പീഡ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. dx/dt ചെയ്താൽ മതി. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഡിഫറൻസിയേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6t എന്ന് കിട്ടും. കണ്ടോ, ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ 6t എന്നാണ് കിട്ടിയത്. ഇതുകൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കാം, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് വേരിയിങ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? ഇവിടെ നമ്മൾ t = 0 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തെ വെലോസിറ്റി എത്രയെന്ന് കിട്ടും? 0. ഇനി t = 1 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആ സമയത്തെ വെലോസിറ്റി എത്രയെന്ന് കിട്ടൂടാ? ആ സമയത്തെ വെലോസിറ്റി 6 എന്ന് കിട്ടും. ഇനി t = 2 എന്ന് ഇട്ട് കൊടുക്കുമ്പോഴോ ആ സമയത്തെ വെലോസിറ്റി നമുക്ക് എത്രയെന്ന് കിട്ടൂടാ? 12 എന്ന് കിട്ടും. കണ്ടോ, ഇവിടെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ബോഡി ഈ രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ. ക്ലിയർ? ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ക്ലിയർ ആക്കി തരാം. സപ്പോസ് ഇവിടെ x = -3t² ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്താന്ന് കിട്ടും? വെലോസിറ്റി എന്താന്ന് കിട്ടൂടാ? -6t എന്ന് കിട്ടും അല്ലേ? ശരി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 0 ആകുമ്പോൾ വെലോസിറ്റി 0. ശരി, ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി നിങ്ങൾ എന്താ ചെയ്യുക? ഇതല്ല വെലോസിറ്റിയുടെ ഇക്വേഷൻ. ശരി, ആദ്യം തന്നെ t = 0 വെലോസിറ്റി 0 ആയിരിക്കും. ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാടാ? -6. രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി -12. ഇനി നമ്മളിവിടെ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്രയാ? 0. സീറോത്തെ സെക്കൻഡിലെ സ്പീഡ് 0. ഒന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്രയാടാ? അവിടെ നിങ്ങൾ 1 എന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് എത്ര കിട്ടുക? -6 എന്നാണ് കിട്ടുക. പക്ഷെ സ്പീഡ് നെഗറ്റീവ് ആവോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ സെക്കൻഡിലെ സ്പീഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റിയുടെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സ്പീഡിനോട് ഈക്വൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെലോസിറ്റിയും സ്പീഡും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെലോസിറ്റി ഉണ്ട്, സ്പീഡ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ ഇല്ലാതെ എടുക്കണം. സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ഡയറക്ഷനെ. ക്ലിയർ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് രണ്ടുപേരും എന്താടാ? സെയിം ആണ്. ഓക്കെ, ക്ലിയർ? ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മുൻ വർഷം ചോദിച്ചൊരു JEയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, നമുക്ക് പൊസിഷൻ തന്നിരിക്കുന്നു, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, √x = 3t + 5 ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷനാണ് ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡ്രോ v വേഴ്സസ് t ഗ്രാഫ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സാർ? ശ്രദ്ധിക്കാം, ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? √x സ്ക്വയർ ചെയ്യുമ്പോൾ x, ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ x = 3t + 5² എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നമുക്കിതിൽ നിന്നും വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം സാർ? വെലോസിറ്റി dx/dt അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ കിട്ടുക? ഒന്നിവിടെ എഴുതാം, d/dt ഓഫ് 3t + 5² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക?
2 ഇൻറ്റു 3t + 5 അല്ലേ? പിന്നെ ഉള്ളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അറിയണുണ്ടോ ഈ ഒരു ടോപ്പിക് ഓടിക്കാനായിട്ട്? യെസ്. ശേഷം ഉള്ളിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 3t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3. അപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് കിട്ടി? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × 3 6. 6 × 3t എന്ന് പറയുന്നത് 18t. 6 × 5 + 30 എന്ന് കിട്ടും അല്ലേ? സോ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. ശ്രദ്ധിക്കാം, ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള y = mx + c യോട് സിമിലർ ആണ് അല്ലേ? ഇവിടെ വൈയുടെ പ്ലേസിൽ ഇവിടെ വെലോസിറ്റി, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ടൈം. ഓക്കെ, ഇത് y ഇൻ്റർസെപ്റ്റ് ആണ്, അവിടെ 30. സ്ലോപ്പിൻ്റെ പ്ലേസിൽ 18 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ ആരാടാ? വെലോസിറ്റി. എക്സ് ആക്സിൽ ആരാ? ടൈം. നമ്മളോട് ചോദിച്ചത് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ. ആ ഗ്രാഫ് വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കുക? ശ്രദ്ധിക്കാം, ഇവിടെ y ഇൻ്റർസെപ്റ്റ് നോക്കിയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. വരയ്ക്കുമ്പോൾ നമ്മൾ y ഇൻ്റർസെപ്റ്റ് ശ്രദ്ധിക്കണം. ഇവിടെ y ഇൻ്റർസെപ്റ്റ് എത്രയാണ്? 30. അതായത് y ആക്സിസിൽ ഇതാണ് 30 എന്ന് പറയുന്ന വാല്യൂ. ഇവിടെ ആയിട്ടാണ് 30 വരുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ് സാർ ഇങ്ങനെ എടുത്തത്? +30 ചെയ്തുകൊണ്ട്. -30 ആണെങ്കിലോ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേനെ. ക്ലിയർ? അപ്പോൾ +30. സോ ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. സോ സീ യു ദെയർ. ബൈ.